ഇപ്പം എല്ലായിടത്തും മാമ്പഴ കാലാണല്ലോ. അപ്പോൾ ഇവിടെയും കുറേ മാങ്ങകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ അൽഫോൻസ മാങ്ങയാണ്. സാധാരണ നമ്മൾ മാംഗോ പുളിശ്ശേരിയൊക്കെ വെക്കുന്നത് നമ്മുടെ നാടൻ മാങ്ങ വെച്ചിട്ടാണല്ലോ, കുറച്ച് പുളിയും കുറച്ച് മധുരമൊക്കെ ഉള്ളത്. ഈ അൽഫോൻസ മാങ്ങയ്ക്കാണെങ്കിൽ മധുരം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനിത് ഉണ്ടാക്കാനുള്ളൊരു കാരണം, എനിക്കൊരു കർണാടക ഫ്രണ്ടുണ്ട്. പുള്ളിക്കാരിക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അൽഫോൻസ മാങ്ങയെങ്കിൽ അൽഫോൻസ മാങ്ങ അത് വെച്ചിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേ. മാങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനെ വേവിക്കാനായിട്ട് വെച്ച്. ഇനി അരപ്പുണ്ടാക്കുന്നതിനകത്ത് കുറച്ച് ജീരകവും വെളുത്തുള്ളിയും പിന്നെ തേങ്ങയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒരു അല്പം പുളിയുള്ള തൈരും കൂടെ ചേർത്ത് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഒരുവിധം വേവാറായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാനി ഒരുക്കിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഇതിനെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റിൽ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടുക് വറുക്കുന്ന സമയത്ത് ഉലുവായിട്ട് പൊട്ടിച്ചാലും മതി. അപ്പോൾ ഇതിനെ അടച്ചു മാറ്റി വെച്ചു. ഇനി കടുക് വറുക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് ചുമന്നുള്ളിയും പിന്നെ ആണെങ്കിൽ വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തപ്പം എൻ്റെ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. പിന്നെ ഈ ഒരു കറി എല്ലാ സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയാണെങ്കിൽ ഒരു ഓമയ്ക്കായും ചെറുപയറും കൂടെ തോരൻ വെക്കണം. അതിനായിട്ട് ഞാൻ ചെറുപയറിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ചിട്ട് അതിനെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓമയ്ക്കയുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും, അതുകൊണ്ട് ഞാൻ വില പറയണില്ല. ഈ ഒരു സാധനമൊക്കെ നമ്മുടെ പറമ്പിൽ ആർക്കും വേണ്ടാതെ കിടക്കണ ഒരു സാധനമാണല്ലോ. നാട്ടിൽ നിന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പുച്ഛമായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിൽ അന്യായ വില കൊടുത്ത് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പം ഈ ഒരു സാധനമൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്, ഇത് ഉണ്ടാക്കി കഴിക്കണമല്ലോ എന്നോർത്ത്. അപ്പോൾ വാങ്ങിച്ച ഓമയ്ക്കായി പകുതിയും ചീത്തയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഞാൻ എടുത്ത് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇനി പാനിലേക്കാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ചുമന്നുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഓമയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഓമയ്ക്കയിലേക്ക് വേവിച്ച് വെച്ച ചെറുപയറും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ അരപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അരപ്പിൽ ഞാൻ പച്ചമുളക് അരച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതൊട്ടും വെള്ളം ചേർക്കാതെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓമയ്ക്ക തോരൻ റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുക്കറിലേക്ക് ചോറും കൂടെ ആക്കിയിട്ടുണ്ട്. പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് കിച്ചൺ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. ഞാൻ മാമ്പഴ പുളിശ്ശേരി ആയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിന് കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് വിളമ്പുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ അടിപൊളി കുത്തരി ചോറും പിന്നെ ഓമയ്ക്കായും ചെറുപയറും കൊണ്ടുള്ള തോരനും മാമ്പഴ പുളിശ്ശേരിയും പിന്നെ ഇന്നലത്തെ ആണെങ്കിൽ ചിക്കൻ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ നോൺ വെജ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നേ.